ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് തിരുവോണ ദിനമാണ്. ഇന്നലെ ഉത്രാടം ആയിക്കൊണ്ട് നമ്മൾ ഇച്ചിരി ലേറ്റായാണ് കിടന്നുറങ്ങിയത് കേട്ടോ. 12 മണിയായി വന്നപ്പോൾ ഇപ്പോൾ രാവിലെ എണീച്ചു. അപ്പം ഓണത്തിന് നമുക്ക് സദ്യ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു. ഒന്നും വിചാരിച്ചിട്ടല്ല, എന്നാലും നമ്മൾ മക്കൾക്ക് കൊടുക്കണമല്ലോ ഇല വെട്ടി. അങ്ങനെ അതാ സെറ്റാക്കുകയാണ്. അപ്പോൾ അതാ ഇതെല്ലാ ഐറ്റംസും ഞാൻ അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ കിച്ചടിക്ക് വേണ്ടുള്ളതും സാമ്പാറിന് വേണ്ടുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് മാങ്ങാച്ചാറിനുള്ളതാണ്, പിന്നീട് ഇത് സാമ്പാറിനുള്ളതാണ് കേട്ടോ. ഇത് അവിയലിന്, പിന്നെ ഇത് കിച്ചടി വയ്ക്കാനാണ്, ബീട്രൂട്ട് കിച്ചടി. പിന്നെ ഇത് വിഴുക്ക് വരട്ടിക്കുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ തോരന്, പിന്നെ തേങ്ങയും കൂടി തിരുമിച്ചു ഗൈസ്. എന്നിട്ട് എല്ലാവർക്കും സെറ്റാക്കിയിട്ട് ഞാൻ റെഡിയാക്കി. എല്ലാം വേവിച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നിന്ന് ദിവസങ്ങൾ മറന്നു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും രാവിലെ എണീക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഷോപ്പിലോട്ട് പോകും കേട്ടോ. അപ്പോൾ മോൻ ഇടയ്ക്ക് വന്നതാ നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പം നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായി. പിന്നെ നമ്മളുണ്ടാക്കിയ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ, നല്ല പയർ മെഴുക്ക് വരട്ടി. പിന്നെ അവിയലുണ്ടാക്കി, ഇഞ്ചിക്കറി ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ തോരൻ, നല്ല അടിപൊളി തോരനായിരുന്നു കേട്ടോ. അടിപൊളി തോരനായി. പിന്നെ സാമ്പാറായി. പിന്നെ നമ്മൾ കിച്ചടിയാണ് കേട്ടോ, ബീട്രൂട്ട് കിച്ചടിയാണ് വെച്ചത്. അത് നമ്മൾ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണ്, അല്ലാണ്ട് നല്ല കളറായിരുന്നു. പിന്നെ മോരേറി വെച്ചു. പിന്നെ പായസം ഉണ്ടാക്കി കേട്ടോ. അപ്പോഴത്തേക്കും ഇക്ക പുറത്തോട്ട് പോയിട്ട് വന്നു ഗൈസ്. അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, നമുക്ക് പിന്നെ ചിപ്സും മറ്റേ ശർക്കര വരട്ടിയില്ല, അങ്ങനെ അത് മേടിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞ്. അങ്ങനെ ഇക്ക വന്നപ്പോഴത്തേക്ക് ചിപ്സും ശർക്കര വരട്ടിയും മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ നമ്മുടെ ഇവിടെ പഴം ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ആയില്ലേ, നമുക്കിനി സദ്യ വിളമ്പാം. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പാണ് കേട്ടോ വെച്ചത്. ഉപ്പ് വെച്ചു, പിന്നെ നമ്മൾ ശർക്കര വരട്ടി വെച്ചു, പിന്നെ ചിപ്സ് വെച്ചു, പിന്നെ പഴമാണ് കേട്ടോ വെക്കുന്നത്. ഇക്കായാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഇഞ്ചിക്കറി വെച്ച് കേട്ടോ. ഇഞ്ചിക്കറി വെച്ചിട്ട് പിന്നെ നമ്മൾ അടുത്തത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോരനാണ് കേട്ടോ. തോരൻ വെച്ചു. പിന്നെ അതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ മെഴുക്ക് വരട്ടിയാണ് വെക്കുന്നത്. പിന്നെ കിച്ചടി വെച്ചു. ഇത്രയായിരുന്നു നമുക്ക് തൊട്ടുകൂട്ടാനുള്ള കറികൾ. പിന്നെ ഒഴിച്ചെറിയായിട്ട് സാമ്പാറും മോരേറിയും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇക്കായും പിന്നെ പായസവും ബോളി. ഇക്കായും മോനും കൂടി അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവർ കുറേശ്ശെ എടുത്തിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ നമുക്കറിയണമല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇക്കാക്ക് ഇഷ്ടപ്പെട്ട്. അപ്പം മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണ്, ഇങ്ങനെ വെക്കണമെന്നൊന്നും വിചാരിച്ചില്ല. ഇന്നത്തെ ഷോപ്പിലെ തിരക്കും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പരുവായി. പക്ഷെ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മക്കളുടെ സന്തോഷമാണല്ലോ വലുത്. പിന്നെ അവരിതാ പായസവും ബോളിയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ.